5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും മുന്നോട്ട് നയിക്കുന്നത് വിഷണറിമാരാണ്. മറ്റുള്ള സംഘാടകർക്ക് വലിയ പങ്കുണ്ട്. സംഘാടകർ തന്നെയാണ് ഇതെല്ലാം സംഘടിപ്പിച്ചെടുക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ദാർശനികത, വിഷൻ ഒക്കെ കാഴ്ചപ്പാടുള്ളവരാണ് ഏതൊരു സംഘടനയും അസറ്റായി വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് കോൺഗ്രസിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും നന്നായി വിഷൻ ഉള്ള ഒരു വ്യക്തിയായി ഞാൻ കണ്ടിരിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. നമ്മൾ സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു ഗതികേട്. നമ്മൾ ആലോചിച്ച് നോക്കുക, രമേശ് ചെന്നിത്തല KPCCയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്താണ് കേരളത്തിൽ ആദ്യമായി പഠന കോൺഗ്രസ് തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത്. ഞാനും അതിനകത്തൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്തിരുന്നു, ജലവും പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തി. എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖല, അതിൽ രാഷ്ട്രീയക്കാരെ, കമ്മ്യൂണിസ്റ്റുകാരെയും വിളിച്ചിരുന്നു, കോൺഗ്രസ്സുകാരെയും വിളിച്ചു, എല്ലാ അക്കാഡമിഷ്യന്മാരെയും വിളിച്ചിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ 2 ദിവസം 3 ദിവസം നിലനിൽക്കുന്ന ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് വലിയ വിഷണറി കോൺഗ്രസ് നടത്തിയിരുന്നു. കേരള ഡെവലപ്മെൻറ്റ് കോൺഗ്രസ്. ദളിത് കോൺക്ലേവ് നടത്തിയിരുന്നു, ഈ അടുത്ത ഇടയ്ക്കാണ് നടത്തിയത്. രാജീവ് ഗാന്ധി പഠന ഡെവലപ്മെൻറ്റ് സെൻറ്റർ നെയ്യാർ ഡാമിൽ അതിവിശാലമായൊരു ക്യാമ്പസ് തുറന്നു കൊണ്ടു. പക്ഷേ അത് സമ്പൂർണ്ണ അർത്ഥത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് രൂപം അറിയില്ലെങ്കിലും പ്രിയദർശിനി പബ്ലിക്കേഷൻ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. പക്ഷേ പ്രിയദർശിനി പബ്ലിക്കേഷൻ അതിന് മുമ്പേ തുടങ്ങിയിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് വല്ലാതെ ഫ്ലറിഷ് ചെയ്തിട്ടില്ല. ആ കാര്യം എനിക്കറിയാം. മറ്റത് ഡേറ്റ വെച്ച് ഞാൻ തെറ്റാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് ശരിയല്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു പബ്ലിക്കേഷൻ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അത് അതിൻ്റെ ഷോറൂം സ്റ്റാച്യൂവിലുണ്ട്. സ്വന്തമായി പുസ്തകം പബ്ലിഷ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ വായനയോടും എഴുത്തിനോടും ദാർശനിക കാര്യങ്ങളോടുമൊക്കെ വലിയ അഭിനിവേശമുള്ള, കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഞാനും അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധമൊന്നുള്ള ആളല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി രാഷ്ട്രീയവുമായിട്ടും എനിക്കൊരു ബന്ധമില്ല. ഒരു പാർട്ടിയുമായി രാഷ്ട്രീയമായി ആരോടും അങ്ങനെ മമതയുള്ള ആളല്ല. എങ്കിലും രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ കുറച്ച് കാലത്തെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ കുറേ അധികം കാലത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നത്. NSUവിൻ്റെ KSUവിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് NSU സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് ഇന്ദിരാഗാന്ധിയുടെ വരുന്ന സമയത്ത്, സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഹിന്ദിയിൽ മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു യുവാവിനെ, ചെറുപ്പക്കാരനെ കാണുകയും അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി തിരിച്ചു ചെന്ന് കരുണാകരനോട് പറഞ്ഞ് ഇദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിക്കുക. അന്ന് എനിക്കൊന്ന് വളരെ ചെറിയ പ്രായമാണ്. ഡൽഹിയിലേക്ക് വിളിക്കുകയും NSUവിൻ്റെ നാഷണൽ പ്രസിഡൻ്റ് ആവുകയും ഒക്കെ ചെയ്തു. കരുണാകരൻ്റെ വലിയ മാനസപുത്രനായി വളർന്നു. ചെറിയ പ്രായം, 27 വയസ്സിൽ ആഭ്യന്തരമന്ത്രിയായി. വളരെ വലിയ തോതിൽ വലിയ ഒരു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറി. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു ജനാധിപത്യ മുന്നണി ഭരണത്തിൽ. ഞാൻ കാണുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായതോ NSUവിൻ്റെ പ്രസിഡൻ്റായതോ ലീഡറായതോ ഒന്നുമല്ല. ലീഡറിൻ്റെ മാനസപുത്രനായി നിന്നതോ. ഇതിനിടയ്ക്ക് അദ്ദേഹം കാർത്തികേയൻ അന്തരിച്ചുപോയ മുൻ സ്പീക്കർ G. കാർത്തികേയനും വയനാട് MP ആയി അന്തരിച്ചുപോയ MA ഷാനവാസുമായി ചേർന്ന് തിരുത്തൽ വാദം മുന്നോട്ട് കൊണ്ടുവച്ചു. അതും ഒരു ആശയപരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആമാശയപരമായിരുന്നില്ല, ഒരു ആശയപരമാണ്. പാത്രത്തിൽ കേരളത്തിൽ ആശയപരമായ സമരങ്ങൾ നയിക്കുകയും ധാരാളം, അതുപോലെ ആദിവാസികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം നല്ലൊരു വിഷനുള്ള ഒരു വിഷണറിയാണ്. ഒരു പൊളിറ്റീഷ്യൻ അപ്പുറം, ശരാശരി പൊളിറ്റീഷ്യൻ അപ്പുറമുള്ള ഒരു വിഷണറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പൊതുജനങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ കോൺഗ്രസ്സിലെയും ഇടതുപക്ഷ പാർട്ടികളെയും BJPയിലെ എല്ലാത്തിലെയും പ്രമുഖരായിട്ടുള്ള ഇത്തരം ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു രീതി കൂടി ഇതിനകത്ത് വച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ രാഷ്ട്രീയക്കാരെ തള്ളിപ്പറയുകയും അവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരും, ചിലർ സ്ത്രീലമ്പടന്മാരും, ചിലർ മദ്യപാനികളും, ചിലർ അഴിമതിക്കാരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ തേർഡ് റേറ്റ് ആളുകളായി എഴുതിത്തള്ളും. പക്ഷേ അവർ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വിഷണറിമാർ, അതുപോലെ തന്നെ സംഘാടകർ, ഇലക്ഷൻ മാനേജർമാർ, എല്ലാം ത്യജിച്ച് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, 24 മണിക്കൂറും ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തമായ രാഷ്ട്രീയക്കാർ കൂടി ഉണ്ട്. അവരാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതിൽ ഒരു വ്യത്യസ്തനായി നിന്നുകൊണ്ടുള്ള, ഒരു വിഷണറി ആയി നിന്നുള്ള, ഒരു ദാർശനിക തലത്തിൽ നിന്നുള്ള, എന്ന് പറഞ്ഞാൽ ഒരുപാട് ദാർശനിക ചിന്തകൾ വയ്ക്കുന്നു എന്നുള്ളതല്ല, ദാർശനിക തലമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നതിൽ, പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിക്കുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ റോളുണ്ട്. അത് അദ്ദേഹം ആഴത്തിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്പേസ്, ഒരുപക്ഷെ അങ്ങനെ ഒരു സ്പേസ് കേരളത്തിൽ കുറവാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം പലപ്പോഴും വേറെ രൂപത്തിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ മാറിപ്പോകുന്നത്. പക്ഷേ ഇത് കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം. അപൂർവം വ്യക്തികൾ മാത്രമാണ് കോൺഗ്രസ്സിൽ അങ്ങനെയുള്ളത്. അതിൽ
ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ ഒന്നാമനായി ഒരുപക്ഷെ അവസാനത്തെ ഒന്നാമനായി രമേശ് ചെന്നിത്തലയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ നന്നായി നടക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വിഷണറി പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിനും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനും അനിവാര്യമാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ഭാവുകങ്ങളും.